കാരണം ഒത്തിരി പേരുടെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. ഒത്തിരി പേര് വിളിക്കാറുണ്ട്, ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഫോട്ടോ പൊട്ടി, ഇല്ല വിഗ്രഹം പൊട്ടി, അതെവിടെ കൊണ്ട് ഇടുക, അത് ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്, ആ ഭഗവാനെ ഞങ്ങൾക്ക് ഇനി മേടിക്കാൻ പറ്റുമോ, പൊട്ടിപ്പോയതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ? ഒരു ടെൻഷനും വേണ്ട. പോയതിൻ്റെ പേരിൽ, കാരണം നമ്മൾ മനഃപൂർവ്വം പൊട്ടിക്കുന്നതായിരിക്കില്ല, എന്തെങ്കിലും അബദ്ധവശാൽ നമ്മുടെ കൈയോ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് പൊട്ടുന്നതോ കാലപ്പഴക്കം കൊണ്ട് ജീർണിക്കുന്നതൊക്കെ ആയിരിക്കും. ഒട്ടും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിഗ്രഹങ്ങളെ ഞാൻ ഈ പറഞ്ഞ ശിരസിലോ കഴുത്തിലോ മാറിലോ അല്ലാത്ത മുറിവുകളൊക്കെ വന്നാൽ നമുക്കത് പുതുക്കി പണിയാനുള്ള സൗകര്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിനെ റെഡിയാക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പൊട്ടിയ വിഗ്രഹങ്ങൾ ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, അത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് അനുഭവത്തിൽ വരിക. ആ വിഗ്രഹത്തേക്ക് നമ്മൾ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പൂർണ്ണതയില്ലാത്ത ഒരു ഭാവമായിരിക്കും. അതുതന്നെ നമ്മുടെ മനസ്സിലും ആ പൂർണ്ണതയില്ലാത്ത ഭാവം വരും. അതുവഴി നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഒരു പൂർണ്ണത ഇല്ലാണ്ട് വരും. പിന്നീട് അങ്ങനെ പൊട്ടിയ വിഗ്രഹങ്ങൾ ഇരിക്കുമ്പം അത് ശേഷം നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പേരിലാണെന്നൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോയിക്കും. അതാണ് പൊട്ടിയ വിഗ്രഹങ്ങളും ഫോട്ടോകളൊന്നും വീട്ടിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫോട്ടോകളും കണ്ണാടികളും സൂക്ഷിക്കരുതെന്ന് പറയുന്നത് ഒരു അപകടവും കൂടി അതിനകത്തുണ്ട്. ആ ചില്ലുകൾ കൊണ്ട് മുറിയാനുള്ള സാഹചര്യം കൊണ്ടാണ് പൊട്ടിയ കണ്ണാടിയോ ഫോട്ടോയോ ഒന്നും വെക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞു വരുന്നത്. അതൊരു ആചാരവുമായി ബന്ധപ്പെടുത്തിയാൽ നമ്മുടെ മനഃശാസ്ത്രപരമായ ബന്ധമുള്ളൊരു കാര്യമാണ്. അതിൽ നോക്കിയാൽ ഒരു പൂർണ്ണത വരാതെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇനി എല്ലാവരും ഇങ്ങനെ പൊട്ടിയ ഫോട്ടോകളോ വിഗ്രഹങ്ങളോ നിമജ്ജനം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക.